കാട്ടാനകളുടെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കുമെന്ന ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം കാളികാവ് ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലെ താമസക്കാർ. ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്തുവരെ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ്. ചോക്കാടൻ മലയിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ഓരോ തവണയും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പ്രദേശവാസികൾക്ക് നൽകുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും ആദിവാസി വൃദ്ധൻ വെള്ളൻ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഓട് ആന ഇളക്കി താഴെയിട്ടു. യാതൊരു വടവില്ലാത്ത രീതിയായി വാതിലൊക്കെ തുറക്കാത്ത രീതിയിൽ അങ്ങനെ ശല്യപ്പെട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇവിടെ മുറിച്ചൊരു ചക്ക ഉണ്ടെന്ന് ആ ചക്കയിടയ്ക്ക് എടുത്ത് തിന്നാണ്. പിന്നെ തുറക്കാനൊരു വിടവ് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു ശല്യമായിട്ട് തീരാണിത്. കുട്ടികളെ മക്കളൊക്കെ യാത്രയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴേ ഭയങ്കര ആനശല്യമാകുമ്പോൾ ഭയങ്കര തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം ഞങ്ങൾ എന്തിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, കാട് മുക്കാവും ചെയ്യുക. യാതൊരു മതിലിൽ കെട്ടിയിട്ട് ഒരു വടവില്ല, പുറത്തേരെ കൊണ്ട് ഇടത്ത് വെച്ചിട്ടും കാര്യമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് യാതൊരു കോലമില്ലാത്ത മാർഗം അയക്കുന്നത്. പ്രദേശത്തെ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷി ഇനങ്ങളൊക്കെ കാട്ടാനകൾ പാടെ നശിപ്പിച്ചിരിക്കുന്നു. കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആനമതിലും വൈദ്യുതി വേലിയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തന്നെ തകർത്തിരിക്കുന്നു. വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ്. കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് ഇവിടെ. ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളിൽ ഒന്നുപോലും പ്രകാശിക്കുന്നില്ല. പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വൈകുന്നേരം ആയില്ലെങ്കിൽ പുറത്തിറങ്ങാനോ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിന് മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പാടോട് കൂടിയിട്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളത്. കുഞ്ഞു കുട്ടികളടക്കം വീട്ടിൽ മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടിൻ്റെ മുന്നിലുള്ള കവുങ്ങും അതുപോലെ തന്നെ വാഴയും വന്ന് ചവിട്ടി മറിച്ച് വീടിൻ്റെ ഓടടക്കം ഇളക്കി മറിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ഇപ്പം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ആന വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അധികാരികൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് 40 സെന്റ്. ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന 200-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വന്യജീവി ആക്രമണം തടയാൻ ഉചിതമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ വൈകില്ല എന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 മലപ്പുറം.